നാവുകൊണ്ടുള്ള ഹിംസ. യാക്കോബ് 3:1-12 വരെ. ധ്യാനത്തിനായിട്ട് 5-ാം വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അശരണരുടെ അമ്മ എന്ന അപരനാമത്തിൽ വിശ്വവിഖ്യാതയായി തീർന്നിരുന്ന മദർ തെരേസ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അവരെ എതിരേൽക്കുവാൻ കൊട്ടും കുരവയും താലപ്പൊലിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വിശ്വവന്നിയെ സ്വീകരിക്കുവാൻ അനാഥരെ സംരക്ഷിക്കുന്ന ഏതാനും കന്യാസ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കൂടിയവരെയെല്ലാം അവർ അനുഗ്രഹിച്ചു. പത്രക്കാരോടായി അവർ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ദൈവം സ്നേഹമാകുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ നിങ്ങളെ പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഋജുവും ലളിതവുമായ ഏതാനും വാക്കുകൾ അവയിൽ ചൈതന്യം തുടിച്ചു നിന്നിരുന്നു. ആ മഹതിയുടെ ജീവിത സന്ദേശം ആറ്റിക്കുറുക്കിയെടുത്ത സത്താണ് ഈ വാക്കുകൾ. അണ്ടകടാഹം മുഴുവൻ ഒരണുവിൽ ഒതുങ്ങിയിരിക്കുന്ന പോലെ ആ പുണ്യവതിയുടെ ജീവിത പ്രപഞ്ചം മുഴുവൻ മേലുദ്ധരിച്ച സന്ദേശത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. തത്വസംഹിതകളും യുക്തിചിന്തകളും ഉൾക്കൊള്ളുന്ന വാക്കുകളെല്ലാം മനുഷ്യഹൃദയങ്ങളിലേക്ക് താണിറങ്ങി ചെല്ലുന്നതെന്ന് ഈ സന്ദേശം വ്യക്തമാക്കുന്നു. പ്രസംഗം ഒരു കലയെന്ന വണ്ണം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. പള്ളി പ്രസംഗങ്ങളും മതപ്രസംഗങ്ങളും മികച്ച കലാപ്രകടനങ്ങളായിരുന്നേക്കാം. ശ്രോതാക്കളുടെ കയ്യടി പിടിച്ചു പറ്റുവാൻ അവയ്ക്ക് കഴിഞ്ഞെന്നും വരെ. എന്നാൽ എത്ര തന്നെ സാഹിത്യഗുണവും ശബ്ദഭംഗിയുമുള്ള പ്രഭാഷണമായാലും അവ മനുഷ്യഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങൾ ഉപരിപ്ലവം മാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തെ തന്നെ ആവിഷ്കരിക്കുവാൻ കഴിയാത്ത പ്രഭാഷണം അന്തസാര ശൂന്യമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സാധാരണ സംഭാഷണങ്ങൾ പോലും പൊള്ളയാകാതിരിക്കുവാൻ സൂക്ഷിക്കണം. നാം പറയുന്ന ഓരോ വാക്കും സാരഗർഭവും അന്യർക്ക് പ്രയോജനകരവും ആയിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജ്ഞാനികൾ ചിന്താശൂന്യവും ചപലവുമായ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. ജ്ഞാനികളുടെ ഉപദേശം സ്വീകരിക്കണമെന്ന് പറയുന്നത് തങ്ങൾ ഉപദേശിക്കുന്ന കാര്യം അവർ പ്രാവർത്തികമാക്കുന്നതുകൊണ്ടാണ്. ഹിംസ ചെയ്യരുത്, ഹിംസ പാപമാണ് എന്ന് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നു. നമ്മിൽ മിക്കവരും ഹിംസ ചെയ്യാത്തവരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ വാക്കാമായുധം കൊണ്ട് നിത്യവും ഹിംസ ചെയ്യുന്നവരാണ് നമ്മൾ. ഒരുവനെ മൂഢ എന്ന് വിളിക്കുകയോ മറ്റൊരുവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കത്തക്കവണ്ണം വിമർശിക്കുകയോ ചെയ്യുന്നത് ഹിംസയാണ്. പരദൂഷണത്തിലൂടെ മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നതും ഹിംസ തന്നെ. തളർന്ന മനസ്സുകൾക്ക് ഉന്മേഷം പകരാനും വാടിക്കരിഞ്ഞ ജീവിതത്തെ തളിരണിയിക്കുവാനും നമ്മുടെ വാക്കുകൾക്ക് കഴിവുണ്ട്. നമ്മുടെ സംഭാഷണം അതിന് പര്യാപ്തമാണോ എന്ന് ഒരു ആത്മപരിശോധന ചെയ്യുക. സുപ്രസിദ്ധ തമിഴ് വേദഗ്രന്ഥമായ തിരുക്കുറൾ രചിച്ച തിരുവള്ളുവർ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മറ്റുള്ളവരെ പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകത്തക്ക പരാമർശനങ്ങളും വിമർശനങ്ങളും ഉണ്ടായിരിക്കരുത്. ഈശ്വര ജ്ഞാനം ഉൾക്കൊള്ളാത്ത വാക്കുകൾ നിഷ്ഫലമാണ്. ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമകൾ ഒരുവനെ കാണുമ്പോൾ വാനോളം പുകഴ്ത്തുകയും അയാളുടെ അസാന്നിധ്യത്തിൽ അങ്ങേയറ്റം ദുഷിക്കുകയും ചെയ്യുന്നില്ല. ഓർക്കണമേ, അരിശം അഗ്നി പോലെയാണ്, നാശം വരുത്തിയേ കെട്ടടങ്ങും. മത്തായി എഴുതിയ സുവിശേഷം 5:22. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.